അല്ല, അത് ഓർത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്നാ യാക്കോബിന്റെ ലേഖനത്തിലെ 2-ാമത്തെ എപ്പിസോഡാണ്. സന്തോഷിക്കാൻ. ആ പദം കിട്ടിയില്ലല്ലോ ഇവിടെ. പരിശോധന വരുമ്പോൾ സന്തോഷിക്കണം. എന്താ കാര്യം? നമ്മളെ സ്ഥിരം ഉറപ്പിക്കുക ദൈവത്തെ. ഒരു രോഗം വന്നു, പ്രാർത്ഥിച്ച് സൗഖ്യമെടുത്തു, ഉറച്ചോ? വിശ്വാസത്തിൽ ഉറച്ചോ? ഒരു കഷ്ടത വന്നു, ഒരു ക്രൈസിസ് വന്നു, ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു, ദൈവത്തിൽ നിന്ന് ആ വിടുതൽ പ്രാപിച്ചു. വിശ്വാസത്തിൽ ഉറക്കിയല്ലേ? ക്ഷമയോടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. പേഷ്യൻസ്, അതാ ഇവിടെ സ്ഥിരതയോടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ക്ഷമയോടെ പ്രാർത്ഥിച്ച് ആ പ്രശ്നത്തിന്റെ മേൽ, ആ രോഗത്തിന്റെ മേൽ, ആ പോരാട്ടങ്ങളുടെ മേൽ, ആ വെല്ലുവിളികളുടെ മേൽ ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ ഉറക്കുക ചെയ്യും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇനി ഈ ഭാഗം തന്നെ യാക്കോബ് ഇടുന്ന വേറൊരു ഭാഗത്തേക്ക് വരാം. അതിന്റെ 12 വാക്യങ്ങൾ വായിച്ചാട്ടെ. 12 വാക്യം. ആ ആ ആ ആ അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത ഈ പരീക്ഷയെക്കുറിച്ച് യാക്കോബ് പറയുന്ന അതേ അധ്യായം തന്നെയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഒരു രോഗം ഒരു പരീക്ഷയായിട്ട് വന്നു, ഒരു ഞെരുക്കം ഒരു പരീക്ഷയായിട്ട് വന്നു, ഒരു പ്രതികൂലം ഒരു പരീക്ഷയായിട്ട് വന്നു, എന്തെങ്കിലും നമുക്ക് വായിപ്പിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അത് സഹിക്കണം. എന്താ കാര്യം? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ള വചനം ഒരു ഊന്നുപടി പോലെ എടുത്തുകൊണ്ട് ആ പരീക്ഷ നമ്മൾ സഹിഷ്ണുതയോടെ, ആ ക്രൈസിസിനെ നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ എതിരിടാനായിട്ട് ഇടയായിട്ടുണ്ട്. അത് സഹിക്കണം. സഹിക്കാൻ കഴിയാതെ കുറുക്കു വഴികൾ നമ്മൾ തേടുന്നവർ, അതാ കുഴപ്പം. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായ ഒരു അച്ചായനെ പറ്റി അബദ്ധം ഞാൻ പറയാം. അച്ചായൻ നല്ലൊരു അച്ചായനാ. അച്ചായനോട് ഒരാൾ വന്നിട്ട് ഒരു 3 ലക്ഷം രൂപ അച്ചായൻ എനിക്ക് വേണം, ഒരാൾക്ക് കൊടുക്കാനാണ്, അത്യാവശ്യം ഒരു കടന്നിലിട, ഞാനൊരു 3 മാസം കൊണ്ട് തന്നു തീർത്തോളാം. ഈ പുള്ളി എന്ന് കാശ് ഇഷ്ടംപോലെ ഉള്ള ഒരു സഹോദരനോട് പോയി ചോദിച്ചോ 3 ലക്ഷം രൂപ കൊടുത്തു. ഈ പുള്ളി 3 ലക്ഷം രൂപ മേടിച്ച് പുള്ളിയുടെ കാര്യം നേടി. 3 മാസം കഴിഞ്ഞിട്ട് ആ കാശ് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആയി. അപ്പോൾ ആ കാശ് മേടിച്ച പുള്ളി, ആ കാശ് കൊടുത്ത പുള്ളി പറഞ്ഞു, എനിക്ക് ആ കാശ് വേണം, അത്യാവശ്യം ഒരു പ്രശ്നമുണ്ട്, 3 മാസം കഴിഞ്ഞല്ലോ, മാസം 4 ആയല്ലോ. ഉടനെ പറഞ്ഞു, സഹോദരൻ ആ കാശ് തരണം. പുള്ളി പറഞ്ഞു, ഒരു നിവൃത്തിയില്ല കാശ് തരാൻ. വലിയ പ്രശ്നം. വിഷയം പ്രാർത്ഥനയ്ക്ക് വന്നു. ആ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? കടം മേടിക്കാൻ പാടില്ലെന്നാ പൊത്തവും പറയണേ. രേഖൊഴി ആർക്കും ഒന്നും കടപ്പെട്ടിരിക്കരുത്, പിന്നെ ജാമ്യം നിൽക്കരുത്. ഇതൊന്നും നമ്മുടെ ബന്ധക്കോസാർക്ക് വിഷയം. ഇതൊക്കെ കാറ്റിപ്പറത്തിയാ എല്ലാവരും പോണേ. അതുകൊണ്ട് അതിൻ്റെ അനുഭവം കഷ്ടതകൾ പേറുന്നുണ്ട് പലരും. ഞാനും അങ്ങനെ പേറിയ ഒരു മനുഷ്യനാ, അനുഭവത്തിൽ നിന്ന് പറയുക. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടിക്കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ദൈവസന്നിധിയിൽ കിടന്ന് നിലവിളിച്ചാൽ അത് നടക്കത്തില്ല. വീഴുന്നതിനേക്കാൾ വീഴാതിരിക്കുന്നതാണ് നല്ലത്. വീണിട്ട് എഴുന്നേൽക്കുന്നതിനേക്കാൾ, പണ്ടൊരു പഴമൊഴി പറഞ്ഞാറുണ്ട് നാട്ടുകാർ, തലയും കുത്തി വീഴുന്നതിനേക്കാൾ വീഴാതെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഒരു പ്രശ്നത്തിലെടുത്ത് ചാടുന്നതിനേക്കാൾ അതിൽ ചാടാതെ ആ പ്രശ്നത്തെ ദൈവസന്നിധിയിൽ നിന്ന് സോൾവ് ചെയ്യണം. എനിക്ക് ഇന്നൊരു ആവശ്യമുണ്ട് കർത്താവേ, ഇന്നൊരു വിഷയമുണ്ട് കർത്താവേ, ഇന്നൊരു സാമ്പത്തിക വിഷയമുണ്ട് കർത്താവേ, ദൈവഹിതമെങ്കിൽ ആ വിഷയത്തിന്മേൽ എനിക്കൊരു ബാധ്യത വന്നിരിക്കുന്നത് അത് ദൈവഹിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് ആ ബാധ്യത മാറ്റാൻ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ വീണ് കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? അതിനുള്ള വഴികളെ തുറന്നു തരും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇനി അടുത്ത വാക്യം എന്താ പറയുന്നത്? അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം. എൻ്റെ ദൈവമേ, ആ വാക്യത്തിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾ ചിന്തിക്കും. യാക്കോബിൻ്റെ മരണകാലം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ യാക്കോബിനെ, ലേഖനം എഴുതിയ യാക്കോബിനെ തലമണ്ടയ്ക്ക് അടിച്ച് കൊന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ അവൻ രക്തസാക്ഷിയായി പോയ ആളാണ്. തുണി അലക്കുന്ന വലിയ വിറക് കഷ്ണം കൊണ്ട് ഈ യാക്കോബിനെ സുവിശേഷ വിരോധികൾ, ക്രിസ്തു വിരോധികൾ തലയ്ക്കടിച്ചു കൊന്നു. അങ്ങനെ രക്തസാക്ഷിയായി മരിച്ചുപോയ മനുഷ്യനാണ്. അദ്ദേഹം മരിക്കുന്നതിനും എഴുതി വെച്ച ലേഖനത്തിൻ്റെ ആഴം. മാർട്ടിൻ ലൂതറാണ് നവീകരണ കർത്താവെന്ന് വേദപണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. പക്ഷെ മാർട്ടിൻ ലൂതർ ഏറ്റവും ഭയപ്പെട്ട ഒരു ലേഖനം ബുക്ക് ഓഫ് ജെയിംസ് ആണ്. എന്താ കാര്യം? വിശ്വാസത്താൽ നീതീകരണമെന്ന് മാർട്ടിൻ ലൂതർ പഠിപ്പിച്ചപ്പോൾ വിശ്വാസം മാത്രം പോരാ,
പ്രവൃത്തിയും കൂടി വേണമെന്ന് യാക്കോബ് പഠിപ്പിക്കുന്നു. അതിൻ്റെ 2-ാം അധ്യായമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതൊരു വലിയ സബ്ജക്റ്റാണ്. സ്വത്രം അതൊരു വേറെ മെസ്സേജായിട്ട് നമ്മൾ പിന്നീട് നമുക്ക് ധ്യാനിക്കാനും പഠിക്കാനും കർത്താവ് അവസരം തരട്ടെ. അപ്പോൾ ഇവിടെ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ അവൻ കൊള്ളാകുന്നവനായി തെളിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷ കൊണ്ട് നമുക്കുണ്ടാകേണ്ടത് എന്താ? പറഞ്ഞോ. എന്ത് ചെയ്യണം? പരീക്ഷ കൊണ്ട് പറ. കൊള്ളാകുന്നവരായി തെളിയണമെന്ന്. കൊള്ളൂലാത്തവരായിട്ടാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ചില ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ശുദ്ധീകരിക്കുക. ഈ സ്വർണത്തെ ശുദ്ധീകരിച്ച് വെള്ളിയെ ശുദ്ധീകരിച്ച് കീടം മാറ്റുന്നത് പോലെ വലിയ പരിശോധനകളിലൂടെ കടത്തിവിട്ട് ദൈവപൈതലിനെ ദൈവം ശുദ്ധീകരിച്ച് തികഞ്ഞവനാക്കുന്ന ഒരു സിസ്റ്റം ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലുണ്ട്. എടുത്തു വായിക്കാം. ഇബ്രായ ലേഖനം, എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. പെട്ടെന്ന് വായിച്ചേ. രണ്ടാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഇതിനോടനുബന്ധിച്ചുള്ള വിഷയമാണ്. 2:10 നിങ്ങളുടെ പുസ്തകത്തിൽ ഇല്ലേ? സകലത്തിനും കാരണഭൂതനായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ പരീക്ഷകൾ, പ്രതികൂലങ്ങൾ, കഷ്ടാനുഭവങ്ങളാൽ എന്ത് ചെയ്യുന്നു? ആരെ തികഞ്ഞവനാക്കുന്നു? ചോദ്യം കർത്താവിനെ. ഇത് പൗലൂസ് പറയുന്ന ഒരു വലിയ മർമ്മമാണ്. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ. യേശു കർത്താവിനെ കുറിച്ച് പറയുക. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ എന്നെയും നിങ്ങളെയും തേജസ്സിന്റെ ശരീരം തന്ന് അക്കരെ എത്തിക്കാൻ വേണ്ടി കർത്താവ് കഷ്ടം അനുഭവിച്ച വിഷയമാണ് ഇവിടെ ആത്മാവിൽ പൗലൂസ് എഴുതി വെച്ചേക്കുന്നത്. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകൻ ആരാണ്? യേശു ക്രിസ്തു. ആ രക്ഷാനായകനെ എന്ത് ചെയ്യുന്നു? കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത്. ദൈവത്തിന് പിതാവിന് യുക്തമായിരുന്നു. ബാബു ജോൺ എന്ന് പറഞ്ഞ് ഒരു പാസ്റ്റർ ലണ്ടനിൽ ഇരുന്ന് പ്രസംഗിക്കുന്നുണ്ട്. വീൽ ചെയറിലിരുന്ന് പ്രസംഗിക്കുക. വചനം പഠിക്കണമെങ്കിൽ ഞാൻ സജഷൻ ചെയ്യുന്നത് ആ പുള്ളിയിൽ നിന്ന് കേട്ട് പഠിച്ചോണം. മറ്റാരെക്കുറിച്ച് എനിക്ക് അത്ര അങ്ങോട്ട് പറയാൻ താല്പര്യമില്ല. കുറച്ച് പേരൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇദ്ദേഹം നന്നായി ദൈവവചനം പഠിപ്പിക്കുന്നു. ഹിബ്രു ലാംഗ്വേജിൻ്റെ സ്കോളറാണ് പുള്ളി. ഹിബ്രു ലാംഗ്വേജിലാണ് വേദപുസ്തകം എഴുതപ്പെട്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ഹിബ്രുവിൻ്റെ യഥാർത്ഥ തർജ്ജിമ ലൂടി പുള്ളി പഠിപ്പിക്കുക. അത് നല്ല മനോഹരമാണ്. ഞാനത് കേട്ട് കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുക. പോട്ടെ, ഇവിടെ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന് ആ പരിശോധന എങ്ങനെയാണെന്ന് വെച്ചാൽ വീൽ ചെയറിലിരിക്കുക. രോഗം വന്ന് മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്തോത്രം, പുള്ളി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ദൈവം പറഞ്ഞു നീ മരിക്കത്തില്ലെന്ന് പറഞ്ഞു. കോടാനുകോടി മനുഷ്യരിൽ ഒരാൾക്ക് വരുന്ന രോഗമാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഇത് വന്നാൽ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞു. ഇദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു നീ മരിക്കത്തില്ല, നീ ഒരു വീൽ ചെയറിലാണെങ്കിൽ ഇരുന്ന് എൻ്റെ വചനം പ്രസംഗിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പരിശോധനയുണ്ടോ ദൈവവചനം പ്രസംഗിക്കാൻ? കഷ്ടപ്പാടുകളുണ്ടോ ദൈവവചനം പ്രസംഗിക്കാൻ? ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഉണ്ടോ ദൈവവചനം പ്രസംഗിക്കാൻ? അതേ ഉള്ളൂ. ഈ ബുദ്ധിമുട്ടും പ്രയാസവും ഞെരുക്കമൊന്നും ഇല്ലാത്തവരുടെ ശുശ്രൂഷ അതിനനുസരിച്ചായിരിക്കും. ഇവിടെ കർത്താവിനെ കുറിച്ച് പറയുന്ന ഭാഗം ദൈവമക്കൾ ശരിക്ക് പഠിക്കുക. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുക. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളോട് വായിക്കാം. എബ്രായർ 5:8-9 വായിച്ചോട്ടെ. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്നവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി മാറി. അവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാതെ ദൈവമക്കളെ, ഈ കഷ്ടതയും പരിശോധനയും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതൊരു വലിയ സബ്ജക്റ്റാണ്. ഇന്നത്തെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാരും തെക്കും വടക്കും അറിഞ്ഞുകൂടാത്തവരൊക്കെ ഇതിനെ വികൃതമാക്കി വികലമാക്കി ഇതിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആരും കഷ്ടതയുടെയും ബുദ്ധിമുട്ടിൻ്റെയും നടുവിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറില്ല.
ന്യൂട്രൽ വഴി കൂടി അത് പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് അപകടത്തിലേക്ക് പോവുക ചെയ്യുന്നത്. ഒരു കഷ്ടത ഒരു വിശ്വാസിയിൽ വരുന്നത് അവൻ ദൈവസന്നിധിയിൽ ഇരുന്ന് ശുദ്ധീകരണം പ്രാപിക്കാനാണ്. കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുസിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് പറഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്ന ആരാ ഉള്ളത്? കഷ്ടം വരുമ്പോൾ കഷ്ടത മാറ്റാൻ നടക്കുക ആൾക്കാര്. നമ്മുടെ ആത്മീയഗോളത്തിൽ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമായിട്ട് ഞാനതിനെ പ്രഖ്യാപിക്കുക. കഷ്ടത മാറ്റാൻ ശ്രമിക്കണ്ട, ആ കഷ്ടത നിന്നെ പണിയുക. ഈ 2:10 നിങ്ങൾ വായിച്ച വാക്യത്തിൻ്റെ ആ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ? ആരായി പരിശോധനയിലൂടെ പോകുന്നത്? 2:10 സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ ദൈവപുത്രനായ യേശുക്രിസ്തു മനുഷ്യ ശരീരത്തിൽ വന്ന് ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ പിതാവിൻ്റെ ഹിതം ഈ മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് പുത്രൻ തികഞ്ഞു വരണം. നമുക്കിപ്പോൾ തികയണ്ട, നമ്മളെല്ലാം തികഞ്ഞവരായി. നമ്മളിപ്പോൾ ആരായി? സൂപ്പർ ആത്മീകന്മാരായി. നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഇതാണ്, നമ്മളൊന്നും ആയിട്ടില്ല. എൻ്റെ ഭാഷ കടമെടുത്ത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പച്ച തൊട്ടിട്ടില്ല. നമ്മൾ പച്ച തൊട്ടിട്ടില്ല ആത്മീയത്തിൽ. നിങ്ങൾ പേടിക്കരുത് ഇത് കേട്ട്. നിങ്ങൾ ചിന്തിക്കണം. ചിന്തിച്ചിട്ട് എന്നോട് ചോദിക്കണം എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മറുപടി പറയാം വചനത്തിലൂടെ. നമ്മൾ ആരാകേണ്ടവരാന്ന് പറഞ്ഞ് തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മെ, അപ്പൊ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകാനാ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അത് ന്യൂട്രൽ പർവ്വത്തിൽ നടക്കില്ലെന്നാണ് പ്രസംഗം. അതിനെന്ത് വേണം? യേശു കർത്താവ് പരിശോധനകളിലൂടെ കടന്നുപോയി തികഞ്ഞവനായി. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരെ പരിശോധനകളും പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി അവർ തികഞ്ഞവരായി. പൗലൂസിന്റെ കഷ്ടതയുടെ ഒരു വെളിപ്പെടുത്തൽ നമ്മൾ വായിച്ചിട്ടുണ്ടോ പലപ്പോഴും? 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം എടുത്തിട്ട് എല്ലാവരും 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം കഷ്ടതയുടെ ഞാനതങ്ങ് വായിക്കാം, സമയത്തിന്റെ പരിമിതി കൊണ്ട്. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് 3 മുതൽ ഞങ്ങൾ ഒന്നിലും ഇടർച്ച ചെയ്ത് കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടത, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവ ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും മാനിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു. ദുഷ്കീർത്തി, സൽകീർത്തി, നല്ല കീർത്തിയും കിട്ടി, ദുഷ്കീർത്തികളും കിട്ടി. അനുഭവിച്ചും ചാതിയന്മാരെന്ന് ലോകം പറഞ്ഞു, എന്നിട്ട് ഞങ്ങൾ സത്യവന്മാരായിരുന്നു. ആരും അറിയാത്തവരെന്നിട്ടും ലോകം മുഴുവൻ ഞങ്ങളെ അറിയുന്നവരായി തീർന്നു. മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു. എന്താ എഴുതി വച്ചേക്കുന്നത്? ശിക്ഷിക്കപ്പെടുന്നവരെങ്കിലും കൊല്ലപ്പെടാത്തവർ. എത്രയോ പ്രാവശ്യം അപ്പോസ്തലന്മാരെ എടുത്തിട്ട് അടിച്ചു, പൗലൂസിനെ കല്ലെറിഞ്ഞു. സഹോദരന്മാർ കൂടി എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് സഹോദരന്മാർ കൂടി എന്ന് സ്വോത്രം പറഞ്ഞപ്പോൾ പുള്ളി എഴുന്നേറ്റങ്ങ് പോയി. കല്ലെറിഞ്ഞു, മരിച്ചില്ല. റോമൻ സാമ്രാജ്യത്തിന്റെ വാള് തൻ്റെ കഴുത്തിൽ വീണാണ് താൻ മരിക്കുന്നത്. അത് തന്നെക്കുറിച്ചുള്ള ശുശ്രൂഷ തികച്ചു. 1 തീമോഥെയോസ് 2 തീമോഥെയോസ് ലേഖനം 2 തീമോഥെയോസിന്റെ ലേഖനമാണ് ആ എഴുതി. നല്ലപോർ വെറുതെ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷയിൽ പ്രിയം വെച്ച ഏവർക്കും എന്നുള്ള വചനം താൻ എഴുതി വെച്ച് കഴിഞ്ഞതിന് ശേഷം ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപ് റോമൻ സാമ്രാജ്യത്തിന്റെ കത്തി തൻ്റെ കഴുത്തിൽ വീണു, വാള് തൻ്റെ കഴുത്തിൽ വീണു എന്നാണ് ചരിത്രം പറയുന്നത്. ജോസീഫസ് യഹൂദ ചരിത്രകാരനാണ്. ഇതൊക്കെ സെമിനാരിയിൽ പോകുമ്പോൾ നമുക്കതൊക്കെ പഠിക്കാൻ കഴിയും. അതുവരെയും താൻ എന്ത് ചെയ്തു? കഷ്ടതയുടെ ഒരു ഘോഷയാത്രയായിരുന്നു തൻ്റെ ക്രിസ്തീയ ജീവിതം. ഇപ്പം നമുക്ക് കഷ്ടത വേണ്ട. തിരുവനന്തപുരത്ത് ഒരു പാസ്റ്റർ കിടപ്പുണ്ട്, പേര് പറയുന്നില്ല. കഷ്ടതയെ എന്ന് പറഞ്ഞ് ഭാഷിച്ചു, കഷ്ടത പോയി. ഇപ്പൊ പുള്ളി കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയായി. കഴിഞ്ഞ ദിവസം ഇരുന്ന് പ്രസംഗിക്കുക, ഞാൻ ഗവൺമെന്റിന് ടാക്സ് കൃത്യമായി കൊടുക്കുന്ന ഒരു പാസ്റ്ററാണ്. ഇവിടെ ഇടുക്കുവാതിലൂടെ പൊയ്ക്കൊണ്ടിരുന്ന ശിഷ്യന്മാർ, കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തവർ, ഈ നാടിക വരങ്ങൾ വിശന്നും ദാഹിച്ചും കുത്തുകൊണ്ടും കുടിപ്പാനില്ല, ഉടുക്കാനില്ല, പിന്നെ സ്ഥിരവാസം കൂടാതെ, പിന്നെ പിശാച് ഇങ്ങനെ ഇട്ട് ഉപദ്രവിച്ച് കുത്തുകൊണ്ടെങ്കിൽ ഞങ്ങൾ ആൾക്കാരെ ഓടിച്ചിട്ട് തല്ലി ഞങ്ങളിങ്ങനെ നടക്കുക. അങ്ങനെ നടന്ന് ഇടുക്ക് വഴിയിലൂടെ യാത്ര ചെയ്ത്
തിന്നാനും കുടിക്കാനും എടുക്കാനില്ലാതെ കർത്താവ് കൊടുത്ത ഭൗതികമായ പരിമിതമായ നന്മകൾ അനുഭവിച്ച് ആത്മീയരായി ജീവിച്ച് അവിടെ പോയി, വിശ്രാമ സ്ഥലത്തേക്ക് പോയി മരിച്ച്. ഇവിടെ ഒരുത്തം പറയുക, ഞാൻ സർക്കാരിന്. എങ്ങനെ ഇത് പറയാതിരിക്കും ദൈവമക്കളെ? ഈ അസംബന്ധം വിളിച്ച് പറയാതിരിക്കണ്ടേ? പുസ്തകത്തിലെ ശിഷ്യന്മാരും ഈ ശിഷ്യന്മാരും തമ്മിലുള്ള എന്താ ബന്ധമുള്ള? കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ ബയോഡേറ്റ അതേ പുസ്തകത്തിൽ കിടപ്പുണ്ട്. യേശുവിൻ്റെ പുറകെ നടന്ന ശിഷ്യന്മാരെ ഇവരാരുടെ പുറകെ നടക്കുന്നേ? അത് ശരിയാ, മറ്റൊരു യേശുവിൻ്റെ പുറകെ അവര്, മറ്റൊരു സുവിശേഷം അവർ പറയുന്നേ. ഇവർ മറ്റൊരു ക്രിസ്തുവിൻ്റെ ആൾക്കാരാ, എതിർ ക്രിസ്തു. നമ്മളിത് മനസ്സിലാക്കണം, ഈ ചതി നമ്മൾ മനസ്സിലാക്കണം. സമൃദ്ധിക്ക് ഞാനെതിരല്ല. ആത്മീക സമൃദ്ധി ഇല്ലാത്ത എന്തോ സമൃദ്ധി പറ? ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് അതിലൊരു സമൃദ്ധി കിട്ടാതെ ഭൗതികം വന്നപ്പോൾ അതാണ് സമൃദ്ധി എന്ന് പറഞ്ഞ് നടക്കുക. നിങ്ങൾക്ക് കേൾക്കണോ? എല്ലാവരും കേട്ടോ? സജു ഒക്കെ കേൾക്കണേ. 1968-70 കാലഘട്ടങ്ങളിൽ, പാസ്റ്ററുടെ പേര് ഞാൻ പറയുന്നില്ല, പ്രസ്ഥാനവും പറയുന്നില്ല, പക്ഷെ ഇത് പൊളിച്ചേ പറ്റൂ, പൊളിച്ചെഴുതണം ഇതൊക്കെ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 68-70 കാലഘട്ടങ്ങളിൽ എനിക്ക് പിച്ചക്കാശായിട്ട് കിട്ടിയത് 7 രൂപ 50 പൈസ. സ്തോത്രാഴ്ച ഇട്ടതിന് ഈ മഹാൻ പറഞ്ഞത് പിച്ചക്കാശെന്ന്. നിങ്ങൾക്കറിയാമായിരിക്കും, ആളെ അറിയില്ലെങ്കിൽ വേണമെങ്കിൽ പറഞ്ഞു തരാം, അല്ലെങ്കിൽ ഇല്ല. പറഞ്ഞ് പൊതുവെ നമ്മൾ ആക്ഷേപിക്കേണ്ട അയാളെ. അയാൾ നന്നായി വരണമെങ്കിൽ നന്നായി വരട്ടെ, അയാളൊരു ശുശ്രൂഷകനല്ലേ. പൈസ കിട്ടിയപ്പം തലതിരിഞ്ഞു പോയെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് പുള്ളി പറയുക, ഇപ്പോൾ ഞങ്ങൾ സ്തോത്ര കാഴ്ചയും ദശാംശങ്ങളും 7 മെഷീൻ വെച്ച് ഞങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുക. എണ്ണി ബാങ്കിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുക. ഡംപ് ചെയ്തിപ്പോൾ കോടികളുടെ ആസ്തിയായി. 7 രൂപ 50 പൈസ കിട്ടിയപ്പോൾ അത് പിച്ചക്കാശും സ്തോത്ര കാഴ്ചയും ദശാംശവും എണ്ണി ബാങ്കിൽ കൊണ്ടുവന്ന് കൊട്ടപ്പടി ചൊരിയുന്ന സമയത്ത് അത് ദൈവം തന്ന അനുഗ്രഹങ്ങളുമായിട്ട് അത് പറയാൻ കഴിയും. ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മെസ്സേജിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ പറഞ്ഞതിന് ദൈവത്തോട് ക്ഷമ ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ നരകാഗ്നിയിൽ പോയി വീഴുമെന്ന് പറഞ്ഞു. കാരണം 78 കാലഘട്ടങ്ങളിൽ ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് 10 രൂപ ശമ്പളം കിട്ടിയ സമയം അത്. ജോലിക്ക് അറിയാമോ അതൊക്കെ? 10 രൂപ ഞാൻ ശമ്പളം വേണ്ടി മേടിച്ചൊരു കമ്പനിയിൽ നിന്ന് എനിക്ക് ദശാംശം എത്ര കൊടുക്കാൻ പറ്റും? 1 രൂപ. അത് കൊടുക്കാൻ കാണുമോ എനിക്ക്? അന്നൊന്നും കൊടുക്കത്തില്ല. കാരണം 10 രൂപ കിട്ടിയാൽ 25 രൂപയുടെ ചിലവൊന്ന് കിടക്കുക. കൊടുത്താലായി, കൊടുത്തില്ലേലായി. ഈ വചന വെളിപ്പാടൊന്നും ഉള്ളിലില്ല. ആ സമയത്താണെന്ന് ഓർത്തോണം. കൊടുക്കാറില്ല നമ്മൾ. എന്തെങ്കിലും കൂടുതൽ കിട്ടുമ്പോൾ കൊടുക്കും, ബോണസ് കിട്ടുമ്പോൾ കൊടുക്കും. അങ്ങനെ കഷ്ടതയുടെ തീച്ചൂളയിലൂടെ പോകുന്ന സഹോദരങ്ങൾ 50 പൈസ 25 പൈസ, അന്നൊക്കെ 50 പൈസയ്ക്ക് വിലയുണ്ടല്ലോ, 25 പൈസയ്ക്ക് വിലയുണ്ട്. 50 പൈസ കൊടുത്താൽ 5 ദോശയും വയറ് നിറയെ പച്ചവെള്ളവും ചട്നിയും കഴിക്കാൻ പറ്റും. വയറ് നിറച്ച് ദോശ കഴിക്കാം. ഇന്ന് 50 പൈസ കൊടുത്താൽ വലിച്ചെറിഞ്ഞ് കളയും. പിച്ചക്കാരൻ വലിച്ചെറിയും. 5ന്റെ തുട്ട് കൊടുക്കണം അവന്, അല്ലെങ്കിൽ 10ന്റെ തുട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നോട്ട് കൊടുക്കണം. 50 കൊടുത്താൽ വലിച്ചെറിഞ്ഞ് കളയും. അങ്ങനത്തെ കാലമായി മാറി ഇന്ന്. ആ കാലത്തിൽ അതിന് വിലയുണ്ട്. ആ സമയത്ത് അവർ ചെയ്തതിനെ ഈ ബഹുമാനപ്പെട്ട ഭാഷ എന്ന് പറയത്തില്ല, ബോധമില്ലാത്ത ഈ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ വലിയ ക്രൂരമായി പോയി. പാവം പിടിച്ച് കഷ്ടതയിലൂടെ തീച്ചൂളയിലൂടെ പോകുന്ന സഹോദരങ്ങൾ ഇട്ട് 50 പൈസ 1 രൂപ അത് പിച്ചക്കാശാണെന്ന് പറയുകയും ലക്ഷങ്ങൾ കിട്ടി ബാങ്കിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യേണ്ട സ്ഥിതി വന്നപ്പോൾ അത് ദൈവം അനുഗ്രഹിച്ചെന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യന്റെ ദർശനം എവിടെ നിൽക്കുന്നു? എവിടെ നിൽക്കുന്നു? എഫേസ് ലേഖനം 1:3 നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഇങ്ങനെ പോയാൽ ഞാനങ്ങ് പോകും. വചനത്തിലേക്ക് വരാം. ഇവിടെ സകലത്തിനെല്ലാക്കും സകലത്തിനും കാരണബോധനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ, മാനവജാതിയെ തേജസ്സിലേക്ക് നടത്തണമെങ്കിൽ പുത്രനായ യേശുക്രിസ്തു എന്തനുഭവിക്കണം? കഷ്ടങ്ങളിലൂടെ തികഞ്ഞു വരണം. ഈ മോശയുടെ ചരിത്രം ഞാൻ എടുത്ത് പറയാം. ഓൾഡ് ടെസ്റ്റ്മെന്റ് ഞങ്ങൾ പ്രസംഗിക്കില്ലെന്ന് ആര് പറഞ്ഞ പ്രസംഗിക്കില്ല? ഞങ്ങൾ ഓൾഡ് ടെസ്റ്റ് പ്രസംഗിക്കുന്നില്ല. ആരാ പ്രസംഗിക്കുന്നത്? മോശയുടെ ദ ഫസ്റ്റ് ടൈം 40 years 40 വർഷം ഈ മനുഷ്യൻ എവിടെയായിരുന്നു? കൊട്ടാരത്തിലായിരുന്നു. അടുത്ത 40 വർഷം ഈ മനുഷ്യൻ എവിടെയായിരുന്നു? ആടുകളുടെ കൂടെയായിരുന്നു. മരുഭൂമിയിൽ ഉഷ്ണക്കാറ്റേറ്റ്. മരുഭൂമി എന്ന് പറയുമ്പോൾ എനിക്കറിയാം, ഞാൻ മരുഭൂമിയിൽ വളർന്ന 10-12 വർഷം ജോലി ചെയ്ത ആളാണ്. എനിക്കറിയാം. ഞങ്ങൾ മരുഭൂമി കാണാൻ പോകും. മരുഭൂമി കൂടെ പോകുമ്പോൾ AC വിട്ട വണ്ടി കൂടി പോയില്ലെങ്കിൽ ചൂട് കൊണ്ട് വെന്ത് വെണ്ണീറായി പോകും നമ്മൾ. അത്ര ചൂടാണ്.
പൊടിക്കാറ്റടിക്കുന്ന സമയമാണ്. അവിടെയും അറബികൾ തലയെല്ലാം കെട്ടി കണ്ണ് മാത്രം കാണത്തക്ക നിലയിൽ ആടുകളെ മേയ്ക്കുന്നുണ്ട്. ആ ആടുകളെ മേയ്ച്ച മോശയാണ് 40 വർഷം ഇസ്രയേൽ ജനത്തെ നടത്താൻ വേണ്ടി 40 വർഷം മരുഭൂമിയിലിട്ട് തീച്ചുളിയിലൂടെ കടത്തി വിട്ടിട്ടാണ് മോശ ഇസ്രയേൽ മക്കളെ നടത്താൻ വേണ്ടി ദൈവം അവൻ്റെ കയ്യിലോട്ട് കൊടുത്തത്. ഹലോ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. കുഞ്ഞവിടെ കളിച്ചോട്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. കാതലായ കാര്യങ്ങളായി പറയണേ. 40 വർഷം തീച്ചുളിയിലൂടെ പോയിട്ട് അവസാനം ദൈവം അവനോട് പറഞ്ഞു, എൻ്റെ ജനമായ ഇസ്രയേലിനെ മേപ്പാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആകയാൽ മോശെ നീ വരിക, ഞാൻ നിന്നിലൂടെ ജനത്തെ നടത്തി അക്കരെ എത്തിക്കും. ഞാൻ അവിടെ നിൽക്കട്ടെ, ഒന്നുകൂടി പഠിക്കാം. ഈ സെൻട്രൽ പാസ്സായ മോശ അങ്ങ് ചെന്നോ? നടത്തിപ്പുകാരൻ അങ്ങ് ചെന്നോ എന്ന് കനാനില്ലേ? എന്താ പറ്റി? എന്ത് പറ്റി? പാസ്റ്റർമാരൊക്കെ ഇത് കേട്ട് പഠിക്കണം. ഞാനൊരു പാസ്റ്ററാണ്. കർത്താവ് ഓടേൻ തന്ന പാസ്റ്ററാണ്, അല്ല മനുഷ്യരാരും തന്നൊന്നുമല്ല. അതൊന്നും വേണ്ട. ഇതാണ് പ്രതിവാസം പറഞ്ഞ് നിന്നെ കൊണ്ട് ദൈവത്തിന് ആലോചനയുണ്ട്, പ്രവൃത്തിയുണ്ട്, നിന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് എന്നെ ഓടേൻ ചെയ്താ. ബൈബിൾ കോളേജിൽ ഓടേൻ കിട്ടിയതിൻ്റെ സർട്ടിഫിക്കറ്റ് അവിടെ കിടപ്പുണ്ട്, ഇപ്പോഴും കിട്ടിയിട്ടില്ല. എനിക്കത് വേണ്ട. മനുഷ്യൻ്റെ നിയമനമായിരുന്നു, ദൈവത്തിൻ്റെ നിയമനമായതുകൊണ്ടാണ് ഞാൻ ഈ ദൈവത്തിലിരുന്ന് ശക്തിയോടെ പറയുന്നത്. നടത്തിപ്പുകാരനായ മോശ 2 കൽപ്പനകൾ തെറ്റിച്ചു എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. അതിനെക്കുറിച്ചും വിവാദങ്ങളുണ്ട്. ഒന്ന്, പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ അടിച്ചു. 2, കൊലപാതകം പാപമാണ്, ആരെയും കൊല്ലാനായിട്ട് ദൈവം നമുക്ക് അനുവാദം തന്നിട്ടില്ല. അത് യഹൂദനാകട്ടെ, ജാതി ആകട്ടെ, മുസ്ലിം ആകട്ടെ, ഹിന്ദു ആകട്ടെ, ആരാകട്ടെ, ഈ തല്ലിക്കൊല്ലുന്നതൊക്കെ അസംബന്ധമാണ്. അതിൻ്റെ രക്തത്തിന് വില അവർ കൊടുക്കേണ്ടി വരും, ഏത് ജാതിപ്പെട്ടവനാണെങ്കിലും. ആ 2 പാപം ചെയ്തത് നിമിത്തം പിസ്കാ കൊടുമുടിയിൽ വെച്ച് മോശയോട് ദൈവം പറഞ്ഞു, നീ ആ കനാൻ ദേശം, ആ പർവ്വതത്തിൽ കയറി നോക്കി കാണാൻ പറഞ്ഞു. അവൻ എത്തി വലിഞ്ഞു നോക്കി, എന്നെ ദൈവം നടത്താൻ പോകുന്ന ആ സ്ഥലമാണത്. അപ്പൊ അവന് വലിയ സന്തോഷമായി. അത് കഴിഞ്ഞ് അടുത്ത ദൈവത്തിൻ്റെ അരുളപ്പാട്, നീ കാണും, നീ അവിടെ ചെല്ലത്തില്ല. ഞാൻ ഇതൊക്കെയാ ഭയപ്പെടുന്ന ദൈവമക്കളെ, വചനത്തിലൂടെ. ഇന്നത്തെ പാസ്റ്റർമാർ പറയുന്നതെന്ന് എനിക്ക് കേട്ടിട്ട് ഒരു തുള്ളലും വരത്തില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിറച്ചു പോവുക. ഞാനൊരു പാസ്റ്ററാ. ദൈവവചന പുസ്തകപ്രകാരം ശുശ്രൂഷ ചെയ്തില്ലെങ്കിൽ അവർ പോയത് ആക്ഷരിക കനാനാണ്. നമ്മൾ പോകുന്നത് എങ്ങോട്ടാ? ആത്മീക കനാനായ സ്വർഗത്തിലേക്ക് നമ്മൾ പോകും. ഈ ലോകമാകുന്ന മിസ്രയീമിൽ യാത്ര ചെയ്ത് ലോകത്തോടും ജഡത്തോടും പിശാചിനോടും യുദ്ധം ചെയ്ത് പൊടിക്കാറ്റുകളേറ്റ് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ച് ഈ ലോകമാകുന്ന മിസ്രയീമിൽ നിന്ന് യാത്ര ചെയ്ത് ആത്മീക കനാനാകുന്ന സ്വർഗത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇസ്രയേൽ മക്കൾ ആക്ഷരിക മിസ്രയീമിൽ നിന്ന് യാത്ര ചെയ്ത് ആക്ഷരിക കനാനിലേക്കാണ് അവർ പോയത്. ദൈവം അവരെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ച സ്ഥലത്ത് എത്ര പേര് വന്നു എന്ന് പറഞ്ഞേ? അപ്പൊ 2 or 3 പേര് എൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങ് പോകാൻ പറ്റുമോ? ചിലർ പറഞ്ഞു 50 പേരെങ്കിലും വേണ്ടേ പാസ്റ്ററെ? വേണം. സ്വത്രാഴ്ച പാത്രയിലും വല്ലതും വീണമെങ്കിൽ 50 പേര് വേണം. 50 വേണ്ട. ചിലർ പറഞ്ഞു 500 പേര് വേണമെന്നാണ് പറയുന്നത്. ചിലർ 5000 വേണമെന്ന് പറഞ്ഞു. മേടിച്ചോ, കുഴപ്പമൊന്നുമില്ല. 5000 പേരോ 50 പേരോ 100 പേരോ കൂട്ടിയിരുത്തി പാട്ട് പാടി പ്രാർത്ഥിച്ച് സ്വത്രാഴ്ചയൊക്കെ മേടിച്ച് തിന്ന് പൊക്കോ, പക്ഷെ സ്വർഗത്ത് പോയാൽ മതി. ഇവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ നടത്തിപ്പുകാരൻ വഴി വെച്ച് ദൈവം പറഞ്ഞു, നിന്റെ ശുശ്രൂഷ വെച്ച് തീർന്നു പറഞ്ഞു. അതെന്താ അങ്ങനെ? മറുപടി പോലും ചോദിക്കാൻ പറ്റത്തില്ല. കാരണം യഹോവയായ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് പറയുന്നത്. മോശ ഒന്നും പറഞ്ഞില്ല. മോശയോട് പറഞ്ഞു, യോശുവനെ വിളിക്കാൻ പറഞ്ഞു. യോശുവനെ വിളിച്ചിട്ട് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ച് അവനെ ആക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചാക്കി. മോശ മരിച്ച കൊടുമുടി ആ പർവ്വതത്തിൽ ദൈവം അടക്കിയെന്നാണ് പുസ്തകത്തിൽ നമ്മൾ പഠിക്കാൻ കഴിയുന്നത്. അതെന്താ കാര്യം? മോശയെപ്പോലൊരു മനുഷ്യൻ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല. ഹലോ ശ്രദ്ധിക്കേ, മോശയെപ്പോലൊരു മനുഷ്യൻ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല. ആ മനുഷ്യനോടാണ് ദൈവം പറഞ്ഞത്, നിന്റെ ശുശ്രൂഷ ഇവിടെ വെച്ച് നിർത്തിയെന്ന്. ദൈവമക്കളെ, ദൈവവചന വ്യവസ്ഥ പ്രകാരം ശുശ്രൂഷ ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ ദൈവം നമ്മളെ ശുശ്രൂഷയിൽ നിന്ന് മാറ്റാനും ആ ശുശ്രൂഷയിൽ കണ്ടിന്യൂ ചെയ്യാനും ദൈവത്തിനാണ് അധികാരം. ഇപ്പം ചിലരൊക്കെ വിചാരിക്കും ഞങ്ങൾ ശുശ്രൂഷ ചെയ്ത് പോകുന്ന ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അങ്ങ് ചെല്ലത്തില്ല, അത്ര വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമുക്ക് കഞ്ഞിയും കറിയും അതും ഇതൊക്കെ ഇഷ്ടം പോലെ കിട്ടും, പക്ഷേ ലക്ഷ്യസ്ഥാനത്ത് ചെന്നെത്താൻ പറ്റുകയില്ല. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. ഈ മോശയെ എന്ത് ചെയ്തു ദൈവം? 40 വർഷം ഇത്രോൻ്റെ ആടുകളെ മേയിച്ച്, അമ്മായിപ്പൻ്റെ ആടുകളെ മേയിപ്പിച്ച് അവിടെ കിടന്ന് കഷ്ടത അനുഭവിച്ചു. ആ കഷ്ടത അനുഭവിച്ചു
40 വർഷം കൊട്ടാരത്തിൽ, 40 വർഷം മരുഭൂമിയിൽ, 40 വർഷം ഇസ്രയേൽ ജനത്തെ നടത്തുന്ന സ്റ്റേജിലേക്ക് 120 വർഷമായപ്പോൾ മോശയുടെ ശുശ്രൂഷ തീർന്നു. മോശ നശിച്ചു പോയില്ല. കാരണം ന്യായപ്രമാണ കാലഘട്ടത്തിൽ തെറ്റ് ചെയ്താൽ അവർക്ക് ശിക്ഷ കൊടുക്കും. കാരണം ലിഖിതമായൊരു പ്രമാണം, എന്നേക്കുള്ളൊരു പ്രമാണമല്ല അവർ കൊടുത്തത്. ഒരു ടെമ്പററി ലോയാണ് മോശയ്ക്ക് ലോ. എന്നാൽ യൂദയുടെ ലേഖനം 3-ാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസ പ്രമാണം, അതാണ് ന്യൂ ടെസ്റ്റ്മെന്റ്. പഴയ നിയമം യേശു ക്രിസ്തു വരുന്നത് വരെ, സ്ത്രീയുടെ സന്തതി വരുന്നത് വരെ കൊടുത്തൊരു ടെമ്പററി ലോയാണ്. അതിൽ യാഗം കഴിച്ച് നിയമം ചെയ്താൽ അവർക്ക് രക്ഷപ്പെടാം. ഒരു പാപം ചെയ്തു, യാഗം കഴിക്കാം. വേറൊരു പാപം ചെയ്തു, യാഗം കഴിക്കാം. തോന്നിയ പോലെ യാഗം പാടില്ല. പാപത്തിന് ന്യായപ്രമാണം അനുശാസിക്കുന്ന യാഗമൃഗം, അതിന് യാഗം കഴിച്ച് താൽക്കാലികമായ പാപമോചനം പ്രാപിച്ച് 32 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ, ലംഘനം ക്ഷമിച്ചും പാപം മറയ്ക്കപ്പെടുക ചെയ്യുന്ന അവിടെ. എന്നാൽ ലൂക്കോസ് 2:5-10 മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. യേശുക്രിസ്തു പാപം മോചിച്ചു, അവിടെ പാപം മറച്ചു. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശുക്രിസ്തു വന്ന് യാഗമാകുന്നത് വരെ കോടാനുകോടി യാഗമൃഗങ്ങളെ അറുത്ത യഹൂദന്റെ ആ യാഗങ്ങളെല്ലാം യേശുക്രിസ്തു വരുന്നതിന് നിഴലാണ് എന്ന് നമ്മൾ ഗ്രഹിക്കണം. ന്യായപ്രമാണം എബ്രായർ 10:1 വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായിക കൊണ്ട്. ഇത് നമ്മൾ പഠിക്കണം. മൊത്തം പഠിക്കാതൊന്നും കാര്യം നടക്കത്തില്ല. എൻ്റെ ആയുസ് മുഴുവൻ ഞാൻ അതിനു വേണ്ടിയാണ് ചെലവഴിച്ച്. ഇവിടെ വന്ന് 25 വർഷം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ആൽബിയ കുളത്ത് കിടക്കുന്ന മുഴുവൻ കള്ളന്മാരാണ് കൂടുതലും കള്ളന്മാരെന്ന് പറഞ്ഞാൽ കള്ളപ്രവാചകന്മാർ, ദുർവേഷ്ടന്മാർ. സത്യവചനം പ്രസംഗിക്കുന്നവർ ശേഷിപ്പേ ഉള്ളൂ. ഇസ്രായേലിൽ പുറപ്പെട്ട 2 പേര്. നോഹയുടെ കാലത്ത് എത്ര പേരുണ്ടായിരുന്നു? 8 പേര്. എല്ലാ കാലത്തും കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ജനം കാണും. ചെറിയ ശേഷിപ്പേ അങ്ങ് ചെല്ലത്തുള്ളൂ. വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും ചുരുക്കം. ഈ ബാബു ജോൺ ലണ്ടനിൽ നിന്ന് പ്രസംഗിക്കുക, പുള്ളി അത് എടുത്തെടുത്ത് പറയുന്നുണ്ട്. എനിക്ക് വലിയ നന്നാ കേൾക്കുമ്പോൾ. ചുരുക്കം ചില ആൾക്കാരെ നിത്യതയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. കാരണം എന്താ? പ്രമാണം അനുസരിക്കാത്തതുകൊണ്ട്. തേജോമനായ ദൈവം കൊടുത്തൊരു പ്രമാണമാണ് ന്യായപ്രമാണം. ആ യഹൂദ ജാതി ആ പ്രമാണം എന്ത് ചെയ്തില്ല? അനുസരിച്ചില്ല. യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടിയിടുന്നുള്ള ഒരു പ്രമാണമുണ്ട്. അവരത് അനുസരിച്ചില്ല. സ്തെഫാനോസ് മരിക്കുന്നതിന് മുമ്പ് അവസാനം പറഞ്ഞത്, ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം ലഭിച്ചുവെങ്കിലും നിങ്ങൾ അനുസരിക്കുന്നില്ല. എന്താ കാര്യം? അവരിത്രയും ക്രൈസിസിലൂടെ പോയിട്ടും അവർ കർത്താവിനെ തള്ളിക്കളയുക ചെയ്തേ. ലോകത്തിലെ യഹൂദന്മാർ ദൈവത്തെ കോപിപ്പിച്ചതുപോലെ, ദൈവപ്രമാണം ലംഘിച്ചതുപോലെ വേറൊരു ജാതിയും ലംഘിപ്പിച്ചിട്ടില്ല. വേറൊരു ജാതി ലംഘിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും മറ്റുള്ളവർക്ക് പ്രമാണമില്ല. ആർക്കും, ജാതികൾക്ക് പ്രമാണമില്ല. ദൈവം ഒന്നെന്നുള്ളത് ലോകത്തുണ്ടെന്നുള്ളത് സത്യം. ആ ദൈവം തെരഞ്ഞെടുത്ത ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞത് സത്യം. അതാരാ? യഹൂദനാ. തേജോമനായ ദൈവത്തിന്റെ പ്രമാണം ഏറ്റുവാങ്ങിയ ഒരു കൂട്ടർ യഹൂദന്മാരാണ്. നമ്മൾ ആരായിരുന്നു? നമ്മൾ എഫേസ്യ ലേഖനം 2:2 വായിച്ച് നമ്മൾ ആരാണെന്നുള്ളത് പേടിക്കല്ലേ. വാക്യം വായിച്ച് എഫേസ്യ 2:2 1, 2 കൂടി വായിച്ചാലും കുഴപ്പമില്ല. അത് നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും, നമ്മുടെ അതിക്രമം കൊണ്ട് നമ്മൾ മരിച്ചു, ആദാമ്യ പാപം കൊണ്ട് നമ്മൾ മരിച്ചു. ആ മരിച്ചവരെ നമ്മളെ ക്രിസ്തുവിനോട് കൂടി ഉയർപ്പിച്ചു. ഓക്കെ. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അപ്പൊ നമ്മൾ ആരായിരുന്നു? ആരെ അനുസരിച്ച് നടന്നു? അങ്ങനെ പറ അങ്ങോട്ട്. അവിടെ ഒന്നുകൂടി വായിച്ചാ വാക്യം നമ്മുടെ തലയിലോട്ട് കയറുന്നില്ല. അത് പറയാ, അത് മനസ്സിലാക്ക്. അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണോ? അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ് ദുരാത്മാവാണ്, പിശാചിന്റെ ആത്മാവാണ്. ആ ആത്മാവിനെ അനുസരിച്ച് നടന്നവരാണ് ജെന്റിലൈസ്, ജാതികൾ. നമ്മളിപ്പോൾ വലിയ സന്തോഷത്തോടെയൊക്കെ ജീവിക്കുന്നില്ലേ? നമ്മുടെ പൂർവ്വ ചരിത്രം, ബയോഡാറ്റയാണ് നമ്മൾ വായിച്ചത്. പൗലോസ് പറയുന്നത് പിശാചിനെ ആരാധിച്ചുകൊണ്ടിരുന്നവരാ നമ്മളെ.
തുണി ഉടുക്കാത്തൊരു വർഗമായിരുന്നു നമ്മൾ. മാറുമറയ്ക്കാൻ വിധിയില്ലാത്തവരായിരുന്നു നമ്മൾ. ഹ്യൂമൻ ഹിസ്റ്ററി, ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പഠിക്കണം, ചരിത്ര പുസ്തകം പഠിക്കണം. മാറുമറയ്ക്കാൻ കേരളത്തിലെ സ്ത്രീകൾക്ക് അവകാശമില്ലായിരുന്നു, തുണി ഉടുക്കാൻ അവകാശമില്ലായിരുന്നു. എന്തെങ്കിലും ഒരു ചെറിയ തോതിലൊക്കെ വെച്ച് പഠിച്ചപ്പോൾ, കാരണം മേലാളന്മാരും ബ്രാഹ്മണന്മാരും ഈ ലോകത്തിൻ്റെ കുറേ അധിപന്മാരുണ്ടായിരുന്നു ഇവിടെ. അവരുടെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അവരെല്ലാം അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു കേരള സംസ്ഥാനം. എത്രയോ നാട്ടുരാജാക്കന്മാർ അവരുടെ രാജഭരണം നടത്തിക്കൊണ്ടിരുന്നവരാ, തോന്നിവാസം നടത്തിക്കൊണ്ടിരുന്നവരാ. അവർ ഇഞ്ചിഞ്ചായി ജനത്തെ തിന്നുകൊണ്ടിരുന്നവരാണ് നമ്മളെ. മനസ്സിലായോ? സുവിശേഷത്തിൻ്റെ ദീപശിഖ അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും സുവിശേഷത്തിൻ്റെ ദീപശിഖയുമായി അനേക മിഷണറിമാർ ഇവിടെ കടന്നു വന്ന് ആ സുവിശേഷം പ്രസംഗിച്ച് ജാതികളുടെ നാടായി കിടന്ന ഈ നാട്ടിൽ സുവിശേഷമാണ് രൂപാന്തരം വരുത്തിയത്. സുവിശേഷമാണ് രോഗത്തിന് മരുന്ന് കൊണ്ടു തന്നത്. സുവിശേഷമാണ് വസ്ത്രമുടിപ്പിച്ചത്. സുവിശേഷമാണ് സതി നിർത്തൽ ചെയ്തത്. ഹിന്ദു ഭക്തൻ മരിച്ചാൽ ഭാര്യ ആ ചിതയിൽ ചാടി മരിക്കണമെന്ന് വലിയ നിർബന്ധമായിരുന്നു ഹിന്ദുക്കൾക്ക്. എന്നാലേ പുണ്യം കിട്ടുള്ളൂ എന്ന്. അതിനെ നിർത്തൽ ചെയ്ത് മിഷണറിമാരാ. ഇന്നത്തെ ഹൈന്ദവ ലീഡർമാർ ഇതൊന്നും അറിഞ്ഞുകൂടാതെ വെറുതെ മെനക്കെട്ട് പ്രസംഗങ്ങൾ നടത്തി ജനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇവിടെ മോശയെ ദൈവം മരുഭൂമിയിൽ 40 വർഷം പരിശോധനകളിലൂടെയും ടെംപ്റ്റേഷനിലൂടെയും കടത്തിവിട്ട് അവനെ കൊള്ളാകുന്നവനാക്കി തെളിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്തത്? ഇസ്രായേൽ ജനത്തെ നടത്താൻ വേണ്ടി. ആകയാൽ മോശ നീ വരിക, എൻ്റെ ജനത്തെ നടത്താൻ. എന്നിട്ടും മോശയും ആ പ്രമാണം ലംഘിച്ചെന്ന് പറയുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്തായെന്ന് മനസ്സിലാക്കേണ്ടത്? ആ ലംഘിച്ച മോശയെ ദൈവം ശിക്ഷിച്ചു. ആ ഫൈനൽ പോയിന്റിൽ ആ ലാസ്റ്റ് സ്റ്റേജിലേക്ക് അവനെ നടത്തിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ദൈവം ആരാണ്? ന്യായമായ ശിക്ഷ നൽകുന്നവനാണ് ദൈവം എന്ന് മനസ്സിലാക്കുക. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി യാതൊരു യാഗവും ശേഷിക്കുന്നില്ല. പിന്നെ അങ്ങ് പറയേ, മുഴുവൻ അങ്ങ് പറയാ വാക്യം. 10-ാം അധ്യായം എബ്രായർ 10 എടുത്തോട്ടെ, അതൊക്കെ വായിച്ച് പഠിക്കേ. 10:26 മുതൽ. സ്തോത്രം. പാപങ്ങൾക്ക് വേണ്ടി യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ പ്രതീക്ഷയും എതിരാളികളെ ദീപിക്കാനുള്ള ക്രോധാഗ്നിയേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുണ്ട്. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്ത മോശയ്ക്ക് ശിക്ഷ കിട്ടിയെന്ന്. അതാണ് കനാൻ ദേശത്തേക്ക് ദൈവം കടത്താതെ വിട്ടത്. അതൊരു ശിക്ഷയാണ്, ഒരു പണിഷ്മെൻറ്റാണ്, ഒരു ബാലശിക്ഷയാണ്. മോശയെ കൊണ്ടൊരു വലിയ പ്രവൃത്തി മഹോദരകാലത്ത് ചെയ്യാനുണ്ട്. ഞാനതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അവിടെ മോശ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ഇനി അടുത്ത് ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്നുണ്ടുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ അതാരാണ്? പുതിയ നിയമവിശ്വാസി. പുതിയ നിയമസഭയെക്കുറിച്ച് പറയുക. പുതിയ നിയമസഭയിലുള്ളവർ ദൈവപുത്രനെ ചവിട്ടിക്കളയരുത്. എൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ പ്രമാണത്തെ ചവിട്ടിക്കളയരുത്, ആ ഉപദേശത്തെ നശിപ്പിച്ച് കളയരുത്, ആ ഉപദേശത്തെ തേജോവധം ചെയ്യരുത്, ആ ഉപദേശത്തെ വിട്ടുകളയരുത്. ദൈവപുത്രനെ ചവിട്ടിക്കളയും വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്നെണ്ണരുത്, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കരുത്. അത് ക്രിസ്തുവിൻ്റെ പ്രമാണം വിട്ടുപോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന പാപങ്ങളാണ്, നമ്മൾ അറിയാത്ത പാപങ്ങളെയാണ് പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. 2 കാര്യങ്ങൾ പൗലോസ് ഈ ഭാഗത്ത് പറയുന്നുണ്ട്. ഒന്ന്, മോശയുടെ പ്രമാണം അനുസരിക്കാത്തവന് ശിക്ഷ, മരണശിക്ഷ. ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിക്കാത്തവനും മരണശിക്ഷ. ഇപ്പോൾ ഉപദേശിമാർ ഇതൊക്കെ മാറ്റി മാറ്റി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. നരകത്തിൽ പോകില്ലെന്ന് വരെ പറയുന്ന ഡോക്ടറിൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പോലെ നരകത്തിൽ ഒരു മനുഷ്യനെ ദൈവം വിടത്തില്ല. കാരണം പുത്രനെ തന്നെങ്കിൽ എൻ്റെ പൊന്നുപദേശി, പുത്രൻ തന്ന പ്രമാണം അനുസരിച്ചില്ലെങ്കിൽ നരകത്തിലേ പോകുള്ളൂ എന്ന് ഞങ്ങൾ പ്രസംഗിക്കും. പ്രമാണം അനുസരിച്ച് നരകത്തിൽ പോകും, ദൈവരാജ്യം പ്രാപിക്കാൻ കഴിയത്തില്ല. ജഡത്തിന്റെ പ്രവൃത്തികൾ, ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹാരാധന, പക, പിണക്കം, ജ്വാരശങ്ക, ക്രോധം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം പോയില്ലേ? അപ്പൊ ദൈവരാജ്യം അവകാശം ആക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നരകത്തിലേക്കല്ലേ പോകുന്നത്? വേറെ ഏതൊരു മൂന്നാമതൊരു സ്ഥലമുണ്ടോ? കത്തോലിക്കർ പറയുന്ന പോലെ ബസ് പുർഖാനയുണ്ടോ? ഇല്ല. അതൊക്കെ വെറും കെട്ടിച്ചമല, കെട്ടുകഥ, ഗഴവിക്കഥ, നിർമ്മിത കഥ, സങ്കല്പകഥ. ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതൽ നിർമ്മിത കഥയും സങ്കല്പകഥയും ഉണ്ടാക്കുന്നത്.
ഇതെല്ലാം തെറ്റാണ് ദൈവമക്കളെ. അപ്പം നമ്മുടെ വിഷയം പോയിന്റിലേക്ക് ഞാൻ പിന്നെയും മടങ്ങി വരുന്നു. പ്രമാണം അനുസരിക്കാത്ത മോശയെയും ദൈവം എന്ത് ചെയ്തു? പരിശോധനകളിലൂടെ കടത്തിവിട്ട്, മരുഭൂമിയിലിട്ട് കഷ്ടപ്പെടുത്തി, ബുദ്ധിമുട്ടിലും ഞെരുക്കത്തിലൂടെ കടത്തിവിട്ട് ഇസ്രായേൽ ജനത്തെ നടത്താനായിട്ട് കയ്യിൽ ഏൽപ്പിച്ചെങ്കിലും വേണ്ട രീതിയിൽ ചൊവ്വായ നിലയിൽ നടത്താത്തത് കൊണ്ട് എന്ത് പറ്റി? കനാൻ ദേശത്തേക്ക് മോശ പ്രവേശിച്ചില്ല. ഇനി വേറൊരു കഥാപാത്രം തെളിഞ്ഞു വരുന്നുണ്ട്. മോശയുടെ കൂടെ നടന്ന ആരായിരുന്നു? അഹരോൻ അല്ലേ? അപ്പോൾ അഹരോന്റെ ജീവിതത്തിൽ വന്ന ഒരു പരാജയം കൂടി എടുത്തു കാണിക്കാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. ലേവ്യ പുസ്തകം 10-ാം അധ്യായം. എന്തുകൊണ്ടോ ഇത് പറയുമ്പോൾ ഇത് പറഞ്ഞേ മതിയാകുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത് ഞാൻ